ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തരാക്കും. കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെ നമുക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും. എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകും. എന്തിനേയും സ്നേഹിക്കാനുള്ള ഒരേയൊരു മാർഗം എല്ലാം നഷ്ടപ്പെടുവാനുള്ളതാണ് എന്ന തിരിച്ചറിവ് മാത്രമാണ്. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒറ്റ ദിവസം കൊണ്ട് സഫലമാകാനുള്ളതല്ല. നമുക്ക് നാളേക്ക് ജീവിക്കാനുള്ള ഊർജമാണ് അവ. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. രണ്ട് മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അതിന് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ് വേണ്ടത്. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നിങ്ങൾ ദുഃഖങ്ങൾ എത്രയധികം പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. എല്ലാവരും ചെയ്യുന്നതിനെ അനുകരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നാം കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകൂ. അല്ലാത്തവർ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. മറ്റുള്ളവരെ കരുതി നാം മാറ്റിവയ്ക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ഉണ്ടാകുന്നത്. ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത്. അതുപോലെ ഓരോ മനുഷ്യജീവിതവും രൂപപ്പെടുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ്.